ഉമ്മമാരോട് പറയട്ടെ, ഉമ്മമാരെ, നിങ്ങൾക്ക് മരിക്കാൻ ഒരു ദിവസമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ സമയം, ദാഹിച്ച് വലയുന്ന സമയത്ത് നിങ്ങളെ തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇറ്റിച്ചു തരേണ്ടതാരാണ്? നിങ്ങളെ പെൺകുട്ടിയല്ല. അവളുള്ളത് അവളെ ഭർത്താവിന്റെ വീട്ടിലല്ലേ? അവിടുത്തെ ഉമ്മാക്കല്ലേ അവൾ വെള്ളം കൊടുക്കുന്നത്? അതേസമയം നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ നിങ്ങൾക്ക് വെള്ളം ഇറ്റിച്ചു തരേണ്ടത് നിങ്ങളെ മകന്റെ ഭാര്യയാണ്. അവളല്ലേ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നത്? അത് അവൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങളെ മരുമകളെ, നിങ്ങളെ മകളെ പോലെ നിങ്ങളെ കാണണ്ടേ? ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കണേ. അപ്പൊ അവരെ മനസ്സിൽ നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമുണ്ടാവും. ഇത് വിളിക്കണേ എങ്ങനെ? കാക്കാ മാമി, ഇതറു കാക്ക, ഇതറു മാമി, എന്ത് കാക്ക, എന്ത് മാമി, ഉമ്മ എന്നൊന്ന് വിളിച്ചു നോക്ക്. അപ്പൊ ആ ഭർത്താവിന്റെ ബാപ്പക്ക് നീ ഒരു മകളെ പോലെ തോന്നൂ. നിന്നെ വെറുക്കുന്ന നിന്റെ അമ്മായിമ്മയില്ലേ, ആ അമ്മായിമാനെ നീ ഉമ്മ എന്ന് വിളിച്ചു നോക്കൂ. അപ്പൊ പിന്നെ നിന്നെ വെറുത്താലും മകളെ വെറുക്കുന്നത് പോലെ തോന്നും. പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പൊ ഈ അടുത്തൊരു സ്ഥലത്ത് എനിക്കൊരു വിവരം കിട്ടി. എന്താ? അമ്മായിമ്മ അടിച്ചു മരുമകൾക്ക്. അമ്മായിമ്മ മരുമകൾക്ക് അടിച്ചു. അപ്പൊ ഞാനിങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോഴാ ഇയാൾ പറയുന്നത്, അത് മാത്രല്ല ഉസ്താദെ, അമ്മായിമ്മ ഒരു 5 അടി അടിച്ചതാണ്, മരുമകൾ 10 അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്താ അർത്ഥം ഉള്ളത്? ഞാൻ ആദ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോ ഇയാൾ പറയാ 5 ഇങ്ങോട്ട് കിട്ടിയപ്പോ 10 തിരിച്ചങ്ങോട്ട് കൊടുത്തു. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ ആകാൻ പറ്റുമോ? അത്രയും മതപ്പതിക്കാൻ പറ്റുമോ അമ്മായിമ്മമാർക്ക്? മാമി മർമോൾ എന്ന് പറഞ്ഞ ഭയങ്കര നല്ല സന്തോഷത്തിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ വീട്ടിലെങ്ങനെ ബർക്കത്ത്? ഈ പുരുഷൻ വന്നിട്ട് പറയാണ്, ഇയാൾ വന്നിട്ട് പറയാണ്, ഉസ്താദേ, തൊടുന്ന ഒരു കച്ചവടത്തിലും ബർക്കത്ത് കിട്ടുന്നില്ല, എല്ലവും നഷ്ടമാണ്. ഓ മനുഷ്യ, എത്രയോ തങ്ങന്മാരടുത്തേക്ക് പോകും, മന്ത്രിപ്പിക്കും, അവരെ കൊണ്ട് മന്ത്രിപ്പിച്ച് ബർക്കത്തിന് പൈസ വാങ്ങും, എല്ലാം ചെയ്യും. പക്ഷെ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും നിന്റെ ഉമ്മയും ശരിയില്ല. അവരെപ്പോ നോക്കിയാലും പിണക്കത്തിലാണ്. നിന്റെ വീട്ടിൽ ബർക്കത്തില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ നിന്ന് എന്നും കച്ചവടത്തിന് പോകുന്ന നിന്റെ കച്ചവടത്തില് ബർക്കത്ത് കിട്ടുന്നതെങ്ങനെ? അതുകൊണ്ട് ആദ്യം നിന്റെ ഭാര്യനെയും നിന്റെ ഉമ്മാനെയും നീ ഒന്നിപ്പിക്കണോ? ചിലർ പറയും, അങ്ങ് യന്ത്രപേണങ്ങൾ കത്യ തന്നെ എടുക്കട്ട് മറകെട്ടിട്ട് നക്കെന്തിന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവർ മറകെട്ടിയാൽ നിനക്കാ പ്രശ്നം, അവർ കത്യ തന്നെ എടുത്താൽ നിനക്കാ ബർക്കത്ത് കുറവ്. ഒരിക്കലും പാടില്ല. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ഉമ്മമാരെ, നിങ്ങൾക്ക് മരിക്കാൻ ഒരു ദിവസമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ സമയം, ദാഹിച്ച് വലയുന്ന സമയത്ത് നിങ്ങളെ തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇറ്റിച്ചു തരേണ്ടതാരാണ്? നിങ്ങളെ പെൺകുട്ടിയല്ല. അവളുള്ളത് അവളെ ഭർത്താവിന്റെ വീട്ടിലല്ലേ? അവിടുത്തെ ഉമ്മാക്കല്ലേ അവൾ വെള്ളം കൊടുക്കുന്നത്? അതേസമയം നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ നിങ്ങൾക്ക് വെള്ളം ഇറ്റിച്ചു തരേണ്ടത് നിങ്ങളെ മകന്റെ ഭാര്യയാണ്. അവളല്ലേ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നത്? അത് അവൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങളെ മരുമകളെ, നിങ്ങളെ മകളെ പോലെ നിങ്ങളെ കാണണ്ടേ? പലപ്പോഴും പല അമ്മായിമ്മമാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എവിടെന്നാണെന്നറിയോ? സർവ്വ അമ്മായിമ്മമാരോട് പറയട്ടെ, നിങ്ങൾ എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര ദിക്റ് ചൊല്ലിയാലും, സ്വലാത്ത് ചൊല്ലിയാലും മരുമകളോട് നല്ല രൂപത്തിലില്ല എന്ന് കണ്ടാൽ നിങ്ങളെ നിസ്കാരങ്ങൾ നിഷ്ഫലമായി പോയി. ഇത് കേൾക്കുമ്പോ അമ്മായിമ്മമാരോട് പറയട്ടെ, സ്വന്തം മരുമകളെ മകളെ പോലെ കാണണോ? ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്ന്, അങ്ങനെയാ പറയാ, ഏതോ ഒരു ഔത്ര വന്നിട്ട് നന്റെ മോണ്ട കിതാപത്തിയാക്കി വിട്ടാല് എന്ന്. ആ ചിന്തയാണ് പലപ്പോഴും നിങ്ങളെ തെറ്റിച്ചത്. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്നവൾ ശരിയാണ്, ഇപ്പൊ നിങ്ങളെ വീട്ടിൽ എത്തിയപ്പോഴേക്ക് നിങ്ങളെ സ്വന്തം മകളെ പോലെയാണ്. ഇനി ഞാൻ മരുമക്കളോടുകൂടി പറയട്ടെ, ഉസ്താദേ, ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലൊരു പെണ്ണ് ഇങ്ങനെ അമ്മായിന്റെ ശല്യം സഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, തെല്ലേ ആരാ ചൊല്ലൊരു ഉസ്താദേ? അമ്മായിനോട് മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല, മരുമക്കളോട് പറയുന്നു. നിന്റെ മാമിയല്ല അത്, നിന്റെ ഉമ്മ. അത് ഭർത്താവിന്റെ ഉമ്മ ഉമ്മയാണ്, ഭർത്താവിന്റെ ബാപ്പ ബാപ്പയാണ്. ഇപ്പൊ വാട്സപ്പിൽ ഈ അടുത്ത് ഫുള്ള് വോയിസ് പോയിരുന്നു. ഏതോ ഒരു ചങ്ങാതി വിവരമില്ലാതെ ഒരു വോയിസ് വിട്ടതാണ്. എന്താണ് വോയിസ്? അപ്പോ ഭർത്താവിന്റെ ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കാൻ പാടില്ല, ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മാന്ന് വിളിക്കാൻ പാടില്ല. അതിനൊരു ഹദീസ് വായിച്ചു. എന്താ ഹദീസ്? ബാപ്പയല്ലാത്ത ഒരാളിലേക്ക് ബാപ്പാന്ന് പറയാൻ പാടില്ല, ഉമ്മയല്ലാത്ത ഒരാളെ ഉമ്മാന്ന് പറയാൻ പാടില്ല.
വിവരമില്ലാതെ വോയിസ് വിടുമ്പോഴാണ് പലരും തെറ്റിപ്പോകുന്നത്. അതും ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരെ, അവിഹിത ബന്ധമൊന്നും പാടില്ല. അതിന്റെ ഇടക്കാ ഞാൻ പറഞ്ഞത്. അപ്പോ ബാപ്പാനെയും ഉമ്മാനെയും മാത്രല്ല ബാപ്പ ഉമ്മ എന്ന് വിളിക്കാം, പിന്നെ സ്വന്തം ഭർത്താവിന്റെ ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കാം, ഉമ്മാന്ന് വിളിക്കാം. അതിന്റെ അർത്ഥം എന്നെ പ്രസവിക്കാൻ കാരണക്കാരൻ ഈ ബാപ്പ എന്നല്ല, എന്നെ പ്രസവിച്ചത് ഈ ഉമ്മ എന്നല്ല. പിന്നെയോ അത് വാത്സല്യത്തിന്റെ വിളിയാണ്, ഷഫഖത്തിന്റെ വിളിയാണ്, സ്നേഹത്തിന്റെ വിളിയാണ്. അങ്ങനെ ഒരിക്കലും ഭർത്താവിന്റെ ബാപ്പാനെ ബാപ്പ എന്ന് വിളിക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെ വിളിക്കണേ, ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കണേ. അപ്പൊ അവരെ മനസ്സിൽ നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമുണ്ടാകും. ഇത് വിളിക്കണമേ എങ്ങനെ? കാക്കാ മാമി, ഇതൊരു കാക്ക, ഇതൊരു മാമി, എന്ത് കാക്ക എന്ത് മാമി, ഉമ്മ എന്നൊന്ന് വിളിച്ചു നോക്ക്. അപ്പൊ ആ ഭർത്താവിന്റെ ബാപ്പക്ക് നീ ഒരു മകളെ പോലെ തോന്നൂ. നിന്നെ വെറുക്കുന്ന നിന്റെ അമ്മായിമ്മയില്ലേ, ആ അമ്മായിമാനെ നീ ഉമ്മ എന്ന് വിളിച്ചു നോക്കൂ. അപ്പൊ പിന്നെ നിന്നെ വെറുത്താലും മകളെ വെറുക്കുന്നത് പോലെ തോന്നും, അല്ലാതെ മരുമകളെ വെറുക്കുന്നത് പോലെ തോന്നൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ വേണം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നീതി വളരെ പ്രധാനമാണ്. അതുകൊണ്ടല്ലേ ഒരു ചെറിയ സമയത്തുള്ള നീതി 60 വർഷക്കാലം ഇബാദത്തെടുക്കുന്നതിനേക്കാളും വലിയ മഹത്വമുള്ളതാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ? നീതി വേണം. ഒരു 4 മക്കളുണ്ട്, 4 മക്കളുള്ള 4 മക്കളോടും സ്നേഹം പുറത്ത് കാണിക്കുമ്പോൾ ഒരുപോലെ സ്നേഹം കാണിക്കണം. സ്വത്ത് വേറെ ഒരു കാരണം ഇല്ലെങ്കിലും ഒരു മകന്റെ പേരിൽ ഫുള്ള് സ്വത്ത് എഴുതി കൊടുത്തുപോയി പാപ്പ, അങ്ങനാകാൻ പാടില്ല. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ വിരോധമില്ല, അതേ സമയത്ത് ഒരു കാരണവും ഇല്ല. ഇയാൾക്ക് ഈ മകനോട് വലിയ സ്നേഹമാണ്, ശരി, മനസ്സിൽ ഒരു മകനോട് പ്രത്യേക സ്നേഹമുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. മക്കളുണ്ട്, 4 മക്കളുണ്ട്, കൂട്ടത്തിൽ 3 മക്കൾ വലിയ കച്ചവടക്കാരാണ്. ആ മക്കളോട് സ്നേഹമുണ്ട്. മൊയ്ലാരായ ഒരു മോനുണ്ട്, ആ മോന് നല്ല മൊയ്ലാരാണെങ്കിൽ അയാളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. കാരണം അയാൾക്കറിയാം ഈ മൊയ്ലാരായ മോനാണ് എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഓതി എനിക്ക് ദുആ ചെയ്യേണ്ടത്, എനിക്ക് നിസ്കരിക്കേണ്ടത് എന്ന് അയാൾക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരുപോലെ ആകണം. അതേ സമയത്ത് മനസ്സിൽ ചിലപ്പോൾ ഒരാളോടൊരു സ്നേഹമുണ്ടാകും. ഇതുപോലെ ഒന്നിലധികം ആൺമക്കളുടെ ഭാര്യമാരുണ്ടാകുമ്പോ സർവ്വ ഉമ്മമാർ കേൾക്കാൻ വേണ്ടി പറയാണ്, ഒന്നിലധികം മക്കളുടെ ഭാര്യമാരുണ്ടാകുമ്പോ അതേ എല്ലാ മരുമക്കളോടും നിങ്ങൾ പുറത്ത് കാണിക്കുമ്പോ ഒരുപോലെ സ്നേഹം കാണിക്കണം. അതിൽ അതേ വ്യത്യസ്തത കാണിച്ചുകൂടാ. മനസ്സിൽ ഒരു മരുമകളോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടാവും. അത് ചിലപ്പോ വീട്ടിൽ മറ്റു മരുമക്കളില്ലാത്ത സമയത്ത് ചിലപ്പോൾ ആ സ്നേഹം നിങ്ങൾക്ക് ഈ മരുമകളോട് പങ്കുവെക്കാം. അല്ലാതെ കണ്ടാൽ നിങ്ങൾ മറ്റു മരുമക്കൾക്കിടയിൽ ഈ മരുമകളോട് വലിയ സ്നേഹം, തിന്നാൻ കൊടുക്കുമ്പോ അവൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവരെ മാത്രം വിളിക്കുന്നത്. എന്താ കാരണം? ഓൾ വരുമ്പോ 100 പൊന്ന് കൊടുത്തിട്ട് വന്ന് 100 പവൻ പൊന്ന്. മറ്റേ അവസാനത്തെ മോൻ കല്യാണം കഴിക്കുമ്പോൾ ഓനൊരു പാപത്തിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. ഓൻ വരുമ്പോൾ എന്തും കൊടുന്നിട്ടില്ല, അവൾ വരുമ്പോൾ എന്തും കൊടുന്നിട്ടില്ല, എന്തും ഇടാതെ ഞാൻ മംഗലായി നോൻ പറഞ്ഞെടുക്കണം. അപ്പൊ വരുമ്പോ ഒന്നും കൊടുന്നിട്ടില്ല. അവളെ ഈ അമ്മായിമ്മ ഒരു നയാ പൈസയുടെ വില പോലും വെക്കൂല. ഒന്നിച്ച് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഈ 100 പവൻ സ്വർണ്ണം ഇട്ട് വന്ന ഈ മരുമകളെ മാത്രം വിളിക്കുകയാണ്. അപ്പൊ ആ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണിന്റെ മനസ്സ് എത്ര വേദനിക്കൂ. ചിലപ്പോ നിങ്ങളെ കാണാതെ അവൾ വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരയൂ. ഉമ്മാ, അവളുടെ കണ്ണുനീരിന് നിങ്ങളെ വാക്ക് കാരണമാണെങ്കിൽ ചിലപ്പോ മരിക്കണ സമയത്ത് നിങ്ങൾക്ക് കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ പോലും അത് തടസ്സമായി എന്ന് വരും കേട്ടോ. മരുമക്കളോട് തുല്യമായ സ്നേഹം പ്രകടിപ്പിക്കണം. മനസ്സിന്റെ ഉള്ളിൽ ഒരാളോട് പ്രത്യേക സ്നേഹമുണ്ടാകുന്നതിന് വിരോധമില്ല. ഉസ്താദിന് എല്ലാ ശിഷ്യന്മാരോട് ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കണം. അതേസമയത്ത് ഒരു ശിഷ്യൻ നല്ല കഴിവുള്ള ശിഷ്യനാണ്, അധ്വാനിച്ച് പഠിക്കുന്ന ശിഷ്യനാണ്, ആ ശിഷ്യന് നല്ല ഭാവിയുണ്ടെന്ന് ഉസ്താദ് കാലേ കൂട്ടി മനസ്സിലാക്കി ആ ശിഷ്യനെ പ്രത്യേകം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതിന് വിരോധമില്ല. ആ ശിഷ്യന്റെ മാത്രം അത്തർ കൊടുക്കുക. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉസ്താദിന് അത്തർ കൊടുത്താൽ ഈ കുട്ടിക്ക് മാത്രം വിളിച്ച് അത്തർ കൊടുക്കുക. അപ്പൊ ബാക്കി കുട്ടികളെല്ലാം നോക്കുക, എന്താ അയാൾക്ക് അവർക്ക് മാത്രം അത്തർ കൊടുക്കട്ടെ ഉസ്താദ്. അങ്ങനെ പ്രകടിപ്പിക്കരുത്.
പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവരോടും ഒരുപോലെ. പക്ഷെ മനസ്സിൽ ഒരു മുത്തല്ലിമിനോട് സ്നേഹമുണ്ടാകുന്നതിന് വിരോധമില്ല. ഇതുപോലെ ആകണേ ഉമ്മമാരെ. അല്ലാതെ ഏത് സമയത്തിലും വീട്ടിൽ പ്രശ്നങ്ങളും ഗുലുമാലാണെങ്കിൽ ഈ പാവം പുരുഷന്മാര് എവിടെയാ പോവാ? ചില ആളുകൾ പള്ളിയിൽ എപ്പോ നോക്കിയാലും പള്ളിയിൽ വന്നിരിക്കും. ഞാനിപ്പോ നീട്ടി പറയാനൊന്നും സമയമില്ല, 11:30 മണിയായി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. പള്ളിയിൽ വന്നിരിക്കും. മൂപ്പർക്ക് ഈത്തിക്കാഫിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഈത്തിക്കാഫ് പരിചയമില്ല. ആകെ ഈത്തിക്കാഫ് റമദാനിൽ മാത്രമേ മൂപ്പർക്ക് പരിചയമുള്ളൂ. പിന്നെ എന്തിനാ റമദാൻ അല്ലാത്ത സമയത്തും കൂടി മൂപ്പർ പള്ളിയിൽ വന്നിരിക്കണേ? പള്ളിയിൽ വന്നാൽ സമാധാനം കിട്ടും. വീട്ടിലായാൽ ആർക്കാവൂ ഈ കിരികിരി? വല്ലാത്ത കിരികിരിയാണ്. ആരെ കിരികിരി? ഒരു ഭാഗത്ത് ഭാര്യ പരാതി പറയാണ്. ആരെ കുറിച്ച്? ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഭർത്താവിനോട്. ഇയാൾ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി, എന്നിട്ട് കച്ചവടത്തിന് പോയി, ജോലിക്ക് പോയി. വീട്ടിൽ വൈകുന്നേരം ആകുമ്പോ വീട്ടിലെത്താണ്. എത്തുമ്പോ വീട്ടിൽ തുറങ്ങുമ്പോണ്ട് ഭാര്യന്റെ മുഖം ഇങ്ങനെ കൽത്തപ്പം പോലെ വീർത്തിരിക്കുകയാണ്. എന്തേ കാരണം? കാരണം അമ്മായിമാന്റെ പരാതി പറയാൻ കാത്തിരിക്കുകയാണ് ഭാര്യ. ഉമ്മയാണെങ്കിലോ എന്താ ഉമ്മ ചോദിക്കും, ഉമ്മ മിണ്ടുന്നില്ല. വീട്ടിലേക്കൊരു മകൻ, ഉമ്മ ഈ മകൻ എവിടേക്ക് പോയതാ? ജോലിക്ക് പോയതാണ്, കച്ചവടത്തിന് പോയതാണ്. എന്തിനാ പോയത്? നിങ്ങൾക്ക് ചെലവിന് തരാനാണ്. ആ മകൻ വീട്ടിൽ വരുമ്പോഴേക്ക് പുഞ്ചിരിച്ചിട്ട് മകനെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഉമ്മയായി കഴിയുന്നത് എന്തിനാണ്? ആ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പുഞ്ചിരിച്ച് വാതിൽ തുറക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഭാര്യയായി കഴിയുന്നത് എന്തിനാണ്? എത്ര കുടുംബ ജീവിതമാണ് തകർന്നു പോയത്, എത്ര കുടുംബ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് സർവ്വ ഉമ്മമാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബ ജീവിതം തകർന്നു പോകാൻ നിങ്ങൾ കാരണമാകരുത് കേട്ടോ.